ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ HSST കൊമേഴ്സ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർ ഇനിയുള്ള വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാമിൽ നല്ല റാങ്ക് നേടാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇനി നമ്മളുടെ മുന്നിൽ വളരെ ഒരു 45 ദിവസം ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ദിവസം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്കുള്ള 10 മൊഡ്യൂളുകൾ നമ്മൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്ത് പഠിക്കുക, MCQs ചെയ്ത് പഠിക്കുക. അതായത് മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട്, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ആയിട്ട്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട്, അതുപോലെ കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഫറെന്റ് MCQsകൾ ഈ ഒരു 10 മൊഡ്യൂളിൻ്റെ അകത്ത് മൊഡ്യൂൾ വൈസ് ആയി തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ആ ഓരോ MCQs ചെയ്യുമ്പോഴും ആ MCQsന്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താണ്, ഏത് തരത്തിലുള്ള MCQs വന്നാലും, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ മാസ്റ്റർ കീയിൽ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. റിവിഷൻ പെട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിവിഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ബാച്ചാണ്. അതായത് നമ്മൾ ഏകദേശം 2500+ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. അതായത് നമ്മൾ എല്ലാ മൊഡ്യൂളിൻ്റെ അകത്തുനിന്നും ഏകദേശം 250 മുകളിലായി ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. A to Z കാര്യങ്ങൾ എല്ലാം, അതായത് ആ സിലബസിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള MCQsകൾ മാക്സിമം ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓരോ മൊഡ്യൂളിൽ നിന്നും വരുന്ന അസേർഷൻ റീസൺ ടൈപ്പ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് MCQsകൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മൊഡ്യൂൾ 10, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ഏതെല്ലാം ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം MCQsകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. നമുക്കറിയാം ഒരു മൊഡ്യൂളിൽ നിന്ന് ഏകദേശം 250 കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതും മൊഡ്യൂൾ 10, നമ്മളുടെ മൊഡ്യൂൾ 10 ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ, നമ്മൾ ഈ ഒരു എന്താണ് റിവിഷൻ പെട്ടി ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ റിവിഷൻ പെട്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ ക്വസ്റ്റ്യനുകൾ തന്നെയായിരിക്കും. അതായത് റെഗുലർ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് ക്വസ്റ്റ്യനുകൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തതായിട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തതായിട്ടുള്ളത്? ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇത് ഏത് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്? ഈ ഒരു എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ്, താഴെ തന്നിരിക്കുന്നവയിൽ ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷന്റെ അകത്ത് പെടാത്തത് ഏത്? നോട്ട്, നെഗറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ എന്താണ്? ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് റിക്വയർമെന്റ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ്, ഇഗ്നോറിംഗ് ദ സർപ്ലസ് cash investment, disbursing the cash to meet the firm's obligations. നമുക്കറിയാം ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഇതിൽ വരുന്നത്, ക്യാഷ് മാനേജ്മെന്റിൽ വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്ത് വരുന്ന ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ മക്കളെ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി ആണ്. ക്യാഷ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് എൻഷുറിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സർപ്ലസ് ഓഫ് ക്യാഷ്
ആൻഡ് നോട്ട് ഇഗ്നോറിങ് ഇറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിനകത്ത് ഏതാണ് നമ്മളുടെ ഓപ്ഷൻ സി ആണ്, ഇഗ്നോറിങ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇഗ്നോർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഇഗ്നോർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഗ്നോർ ചെയ്യുവാണോ? ഇല്ല, അതിനെ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. നമ്മളുടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? നമ്മളുടെ സർപ്ലസ് ഫണ്ട്, സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ക്യാഷ് മാനേജ്മെന്റിൽ വരുന്നതാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ്, ദ മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് fluctuations in raw materials price is known as. അപ്പോൾ അതായത് റോ മെറ്റീരിയൽസ് പ്രൈസിനകത്തുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതായത് റോ മെറ്റീരിയൽസ് നമുക്കറിയാലോ, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ പ്രൈസിൻ്റെ അകത്തുണ്ടാകുന്ന ഫ്ലക്ച്വേഷന് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. ഏത് വഴിയിൽ? നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്ത വഴി നമുക്ക് അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അതായത് റോ മെറ്റീരിയൽസിന്റെ പ്രൈസിൻ്റെ അകത്ത് ഫ്ലക്ച്വേഷൻ വന്നു, അവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഹോൾഡിംഗ് ഓഫ് ക്യാഷ്, അതിന് പറയുന്ന പേരെന്താണ്? മോട്ടീവ്സ് ടു ഹോൾഡിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന പ്രധാനമായിട്ട് 4 മോട്ടീവ് ആണുള്ളത്. ട്രാൻസാക്ഷൻ മോട്ടീവ്, അത് പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്യുലേറ്റീവ് മോട്ടീവ്, അല്ലെ? ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഏരിയ ക്യാഷ് മാനേജ്മെന്റിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതായിരിക്കും? നമുക്കറിയാം, ഓരോന്നും പഠിക്കണം കേട്ടോ. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടനിറ്റീസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു, അല്ലെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. പ്രൈസ് മൂവ്മെന്റ് ഫ്ലക്ച്വേഷനിലൂടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയാണ്. അത് ഏതാണ്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് ആണ്. സ്പെക്യുലേറ്റീവ് മോട്ടീവ് ഈസ് ഡ്രിവൺ ബൈ എന്താണ്? പൊട്ടൻഷ്യൽ ഫോർ ദ ഫേവറബിൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി സച്ച് ആസ് ദ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചിലൂടെയും അതുപോലെ പ്രൈസ് ഫ്ലക്ച്വേഷനിലൂടെയൊക്കെ നമുക്ക് എന്താണ്? ഒരു ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ക്യാഷ് ഹോൾഡിങ്ങിന് പറയുന്ന പേരാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന്റെ മോട്ടീവ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഒന്നാണ് എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു ഏരിയ പഠിക്കുമ്പോൾ ആ ഏരിയയിൽ നിന്നുമുള്ള മാക്സിമം MCQs നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂള് പഠിക്കുമ്പോൾ ഓരോ സിലബസിലെ ഓരോ ഏരിയ എടുത്ത് ആ ഏരിയയിലെ മാക്സിമം MCQs ആയിരിക്കും നമ്മൾ ഈ ഒരു റിവിഷൻ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിവിഷൻ പെട്ടി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്തോണം? ബുക്ക് ചെയ്ത് ഇട്ടോണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, ഇപ്പോൾ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കോമൺ ആണ്. അപ്പോൾ അസേർഷൻ ആയിട്ട് തന്നേക്കാണ്, ഫേം വിത്ത് എ ടൈറ്റ് ക്രെഡിറ്റ് പോളിസി വിൽ മെയിൻറ്റെയിൻ എ ലോ ഡെപ്റ്റർ പൊസിഷൻ. ഒരു ഫേമിന് ടൈറ്റ് ക്രെഡിറ്റ് പോളിസി എന്ത്? വിൽ മെയിൻറ്റെയിൻ ദ ലോ ഡെപ്റ്റേഴ്സ് പൊസിഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ദ ക്രെഡിറ്റ് പോളിസി ലീഡ്സ് ടു എഫിഷ്യന്റ് കളക്ഷൻ ആൻഡ് ഫേവർ ഓഫ് ദി ബാഡ് ഡെറ്റ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് എന്താണ് പോളിസീസ് ഉണ്ട് എങ്കിൽ അത് എന്തിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞത്? എഫിഷ്യന്റ് കളക്ഷൻ. അതായത് ബാഡ് ഡെറ്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് അതിനൊരു ഫേവർ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? നമ്മുടെ ക്യാഷ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? അസേർഷൻ റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്, അതോ അസേർഷൻ ഈസ് ഫോൾസ് റീസൺ ഈസ് ട്രൂ ആണോ? ഏതാണ് ആൻസർ? ഏതന്നെയാണ്? അതായത് എന്താണ്? ടൈറ്റ് ക്രെഡിറ്റ് പോളിസീസ് എന്താണ്? മിനിമൈസസ് ദ ബാഡറ്റ്സ്. ബാഡറ്റ്സിനെ എന്ത് ചെയ്യും? കുറയ്ക്കും, അല്ലേ? അതാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഏത് മോഡലാണ്? സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, the cash conversion cycle is the time gap between the purchase of an inventory and the realization of cash from the account receivable. അതായത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് എന്തൊക്കെ തമ്മിലുള്ളതാണ്? നമ്മൾ ഇൻവെന്ററി പർച്ചേസ് ചെയ്ത് അത് എന്ത് ചെയ്യാണ്? അത് വിറ്റ് അതിന്റെ അക്കൗണ്ട് റിസീവബിൾസിൽ നിന്ന് ക്യാഷ് കിട്ടുന്നിടം വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത്
അത് വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് വന്ന് അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയി അത് എന്ത് ചെയ്തു, സെയിൽ നടത്തി ആ ഒരു ആരുടെ കയ്യിൽ നിന്നാണ്, ആ ഒരു അക്കൗണ്ട് റിസീവബിളിൽ നിന്ന് ക്യാഷ് നമുക്ക് കിട്ടുന്നിടം വരെയുള്ള ആ ഒരു സൈക്കിളാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഷോർട്ടർ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, വളരെ ചെറിയ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ് എങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ്, അതായത് അവിടെ പെട്ടെന്ന് തന്നെ, അതായത് എന്താണ് ഒരാൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു, ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആക്കി വിറ്റ് പെട്ടെന്ന് തന്നെ അയാൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പേടിക്കരുത്. എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയല്ലേ, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഏതാണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അല്ലെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്താണെന്നുള്ള കാര്യമാണ് കറക്റ്റ് ആയിട്ട് രണ്ടിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ ബി റെഡ്യൂസ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഓഫ് എ ഫേം. ഒരു ഫേമിലെ ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ ബി റെഡ്യൂസ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഓഫ് എ ഫേം. ആ താഴെ തന്നേക്കുന്ന, അതായത് നമുക്കറിയാം ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക്, അതായത് നമ്മൾ കൊടുത്ത് മേടിച്ച സാധനം വിറ്റ് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരാനായിട്ടുള്ള സാഹചര്യം എന്ത് ചെയ്യുകയാണ്, ഒരുപാട് ലെങ്തി ആകുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല കാര്യമാണോ, അല്ല. അപ്പം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെന്റ് ഉണ്ട്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ റെഡ്യൂസ്, ഏതൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് ഈ ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആദ്യത്താണ് എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പീരീഡ് ടു കസ്റ്റമർ, കസ്റ്റമേഴ്സിന് കൊടുത്തേക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ഒന്നാമത്തത്. രണ്ടാമത് ഇൻക്രീസ് ദ ഇൻവെന്ററി ടേൺ ഓവർ, ഇൻവെന്ററി ടേൺ ഓവർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. നെഗോഷിയേറ്റിംഗ് ദ ലാർജ് പേയ്മെന്റ് ടേംസ് വിത്ത് സപ്ലയേഴ്സ്, അത് നെഗോഷിയേറ്റ് ചെയ്യാണ്, ലാർജ് പേയ്മെന്റ് ടേംസ് വിത്ത് സപ്ലയേഴ്സ്. അടുത്താണ് റെഡ്യൂസിംഗ് ദ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ പീരീഡ്, അതായത് അക്കൗണ്ട് റിസീവബിളിന്റെ കളക്ഷൻ പീരീഡ് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്, അത് കുറച്ചാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ തന്നെങ്കിൽ 1, 2, 2, 3, 4, 1, 3, 4, 1, 2, 3, 4 ഏതാണ്, അതായത് ഓർത്ത് വെക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ റെഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, കുറയ്ക്കുന്ന ഏതൊക്കെയാണ്, എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിന് കൂടുതൽ പീരീഡ് കൊടുക്കുകയാണ്, പയ്യെ പേയ്മെന്റ് നടത്താൻ, അപ്പോൾ അതാവോ ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, നമ്മളുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് എന്താണ്, റെഡ്യൂസിങ് ദ ഇൻവെന്ററി ടേൺ ഓവർ ടൈം, ഇൻവെന്ററി ടേൺ ഓവർ ടൈം എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുന്നു. എക്സ്റ്റെൻഡിങ് ദ സപ്ലയർ പേയ്മെന്റ് ടേംസ് ആൻഡ് ഫാസ്റ്റർ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻസ് ഓൾ ഷോർട്ടർ ദാൻ ദ കൺവേർഷൻ സൈക്കിൾ. എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് ടു ദ കസ്റ്റമേഴ്സ് ഈസ് ഇൻക്രീസ് ഇറ്റ്. എക്സ്റ്റെൻഡിങ് ദ കസ്റ്റമർ ക്രെഡിറ്റ് മാത്രം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഓർത്ത് വെക്കുക, ഈ 3 പീരീഡിലും നമ്മളുടെ കൺവേർഷൻ സൈക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് കൂടുതൽ ടൈം കിട്ടുകയാണ്, പയ്യ പേയ്മെന്റ് കൊടുത്താലായിട്ട് മതി. അപ്പോൾ ക്യാഷ് കൺവേർഷൻ പീരീഡ് എന്ത് ചെയ്യും, കൂടി നിൽക്കും. അപ്പോൾ ഇത് തെറ്റാണ്, ബാക്കിയുള്ള 3 ശരിയാണ് അല്ലേ. അതായത് ഇൻക്രീസിങ് ദ ഇൻവെന്ററി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ നെഗോഷിയേറ്റിംഗ് ദ ലാർജ് പേയ്മെന്റ് ടേംസ് വിത്ത് സപ്ലയേഴ്സ്. അതുപോലെ തന്നെ റെഡ്യൂസിംഗ് ദ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ പീരീഡ്. ഇതൊക്കെ എന്തിന് സഹായിക്കുന്നതാണ്, നമ്മളുടെ കൺവേർഷൻ സൈക്കിളിനെ കുറയ്ക്കുന്നതാണ്. ഇനി അടുത്തത് നോക്കിയേ, ദ ലോക്ക് ബോക്സ് സിസ്റ്റം, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ഫേം. ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ ബിസിനസ്സിന്റെ ചെക്കുകളൊക്കെ കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യും, കറക്റ്റ്, അതായത് ആ ഒരു ബോക്സിനകത്തേക്ക് ഈ ഇത്തരത്തിലുള്ള ചെക്കുകളെല്ലാം കൊണ്ടുവിടും. അതിനുശേഷം ബാങ്ക് അത് നോക്കി കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യും, ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു ഡിപ്പോസിറ്റ് മാറ്റുന്ന ഒരു പരിപാടിയാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ലോക്ക് ബോക്സ് സിസ്റ്റത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ലോവർ പ്രോസസിംഗ് കോസ്റ്റ് ആണോ, ഫാസ്റ്റർ കളക്ഷൻ ഓഫ് കസ്റ്റമർ പേയ്മെന്റ് ആണോ, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഫോർ ക്യാഷ് ആണോ, റെഡ്യൂസിംഗ് ദ ക്രെഡിറ്റ് സെയിൽസ് ആണോ? ഏതാ മക്കളെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ ഏതാണോ, ഓപ്ഷൻ ബി ആണ്. അതായത് ദ ലോക്ക് ബോക്സ് സിസ്റ്റം ആക്യുറേറ്റ്ലി ടു ദ കളക്ഷൻ പ്രോസസ്. അവിടെ വളരെ ഈ സ്പീഡായിട്ട് കളക്ഷൻ പ്രോസസ്സ് നടത്തുകയാണ്. അതായത് ബാങ്ക് ബിസിനസിന്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചെക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യാണ്, നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് ഏത് ഏരിയയിൽ നിന്നാണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് മൊഡ്യൂൾ 10 ക്യാഷ് മാനേജ്മെൻറ്റ്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എ ഫേം ഹാസ് ക്യാഷ്, അത് തന്നെയാണ് എന്താണ് ക്യാഷ് സൈക്കിൾ. ഒരു ഫേമിൻ്റെ ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡേയ്സ് ആണ്. ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ഇയർ, ആ ഒരു വർഷം എത്രയാണ്? 360 ഡേയ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ക്യാഷ് ടേൺ ഓവർ റേഷ്യോ? ക്യാഷ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. വളരെ ഈസി അല്ലേ? ക്യാഷ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ പോരെ. അതായത് എന്താണ് ക്യാഷ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. അതായത് 360 ഡിവൈഡഡ് ബൈ 45 ഈസ് ഈക്വൽ ടു 8. മക്കളെ ഓർത്ത് വെച്ചോണം, ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് പോകുന്നത്? നമ്മളുടെ എന്താണ് നമ്മളുടെ റിവിഷൻ ബോക്സ് അല്ലെ, നമ്മളെ റിവിഷൻ പെട്ടി ഓപ്പൺ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്ന ഈ രീതിയിലാണ്. വളരെ എല്ലാ മോഡലും, അതായത് അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ്, മാച്ച് ദ ഫോളോയിങ്, കോസ് ആൻഡ് എഫക്റ്റ്, അങ്ങനെയുള്ള പ്രോബ്ലം ബേസ്ഡ് ആയിട്ട്, ഇത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യും. ഇവിടെ നോക്കിയേ, എ കമ്പനി ഹാസ് ദ കറന്റ് റേഷ്യോ, കമ്പനിയുടെ കറന്റ് റേഷ്യോ തന്നിട്ടുണ്ട് 2:1. ദ കറന്റ് ലൈബിലിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്? 2 lakh. വാട്ട് ആർ ഇറ്റ്സ് കറന്റ് റേഷ്യോ? കറന്റ് അസറ്റ്, വാട്ട് ആർ ഇറ്റ്സ് കറന്റ് അസറ്റ്സ്? അപ്പൊ കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി ആണ് അല്ലെ. കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതായത് 2 = കറന്റ് അസറ്റ്സ് നമുക്ക് തന്നിട്ടില്ല, കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി എത്രയാണ്? 2 lakh. ഇതിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ലേ മക്കളെ? എത്രയാണ് കറന്റ് അസറ്റ് എന്ന് ചെയ്ത് നോക്കിയാൽ പോരെ. എത്ര വരും ആൻസർ? എത്ര വരും? ഇവിടെ നോക്കിയേ, കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്? കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? കറന്റ് റേഷ്യോ. നേരെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറന്റ് അസറ്റ്സ് എത്രയെന്ന് കിട്ടി? 4 ലക്ഷം എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ കമ്പനീസ് നെറ്റ് ഇൻകം, കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh ആണ്. ആൻഡ് ഹാസ് എ 3 lakh ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ എത്രയാണ്? 3 lakh ആണ്. ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുക. ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുക. EPS അല്ലെ. EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇവിടെ നോക്കിയേ, എത്രയാണ് നെറ്റ് ഇൻകം? എത്രയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്? 6 lakh ആണ്. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയേക്കുന്നത്? 3 lakh ആണ്. സോ ആൻസർ ഈസ് 2. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ മനസ്സിലായോ? ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ പ്രോജക്റ്റ് റിക്വയേഴ്സ് ആൻ ഇന്റേണൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹1 lakh and expected to generate ₹2 lakh annually for 6 years. What is the payback period? മക്കളെ payback period ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്നുണ്ടെങ്കിൽ IRR, NPV, payback period, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺസ്, ഇങ്ങനെയുള്ള എല്ലാത്തിനകത്തുനിന്നുമുള്ള, അതായത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഒക്കെ വരുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. അതായത് ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മുന്നേ ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? ഇക്വേഷൻസ് എല്ലാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഇക്വേഷൻസ് എല്ലാം തറമായിട്ട് പഠിച്ചു വെക്കുക. കൂടുതൽ MCQs വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഒരു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? 10 lakh അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 10 lakh ആണ്. ഓരോ വർഷവും അവർ ആനുവലി എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 2 lakh ആണ്. എത്ര വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 6 lakh. അങ്ങനെ 6 years. അങ്ങനെയാണെങ്കിൽ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാണ്. പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മളുടെ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ അല്ലെ. ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? ക്യാഷ്
ക്യാഷ് ഇൻഫ്ലോ എത്രയാണ് വരുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 lakh ആണ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? 5 years എന്നുള്ള ആൻസർ കിട്ടി. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 years. മക്കളെ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചേ, ഇക്വേഷൻ എഴുതി വെച്ചേ. എന്താണ് ഇക്വേഷൻ? പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഏതാണ്? പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിരുന്നു, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിരുന്നു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ കമ്പനീസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഒരു കമ്പനിയിലെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40% ആണ്. ആൻഡ് ഇറ്റ്സ് നെറ്റ് ഇൻകം, ആ ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 80,000 ആണ്, 80,000 ആണ്. വാട്ട് ഈസ് റീറ്റെയിൻഡ്? എത്രയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്ത് വെക്കുക, 80,000 അല്ല 8 ലക്ഷമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, നെറ്റ് ഇൻകം എത്രയാണ്? നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 8 lakh ആണ് അല്ലെ. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 8 lakh ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്തേക്കുന്ന DP എന്ന് പറയുന്നത് എത്രയാണ്? 40%. അതായത് 8 lakhന്റെ 40% ഡിവിഡൻഡ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റിട്ടൻഷൻ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. റിട്ടൈൻ ചെയ്തേക്കുന്ന എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. 40% ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എങ്കിൽ, 100 അല്ലേ മൊത്തം ശതമാനം വരുന്നത്, 40% ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എങ്കിൽ 60% ആയിരിക്കില്ലേ റീറ്റൈൻ ചെയ്തിരിക്കുന്നത്? 60% ആയിരിക്കില്ലേ റീറ്റൈൻ ചെയ്തിരിക്കുന്നത്? 8 lakhന്റെ 60% കണ്ടുപിടിച്ചാൽ പോരെ? 8 lakhന്റെ 60% കണ്ടുപിടിച്ചാൽ പോരെ? ആൻസർ കിട്ടില്ലേ? 8 lakhന്റെ 60% കണ്ടുപിടിച്ചാൽ പോരെ? ഇവിടെ നോക്കിയേ, 8 lakhന്റെ 60% കണ്ടുപിടിക്കുമ്പം 4,80,000. ഇക്വേഷൻ കിട്ടിയില്ലേ മക്കളെ? മനസ്സിലായോ? ക്ലിയർ ആയി പോകണം കേട്ടോ. ക്ലിയർ ആക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് തന്നേക്കുന്നത്? 3 lakh തന്നിട്ടുണ്ട്. റിറ്റൻഷൻ റേഷ്യോ എത്രയാണ് തന്നേക്കുന്നത്? 40% തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh തന്നിട്ടുണ്ട്. EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ റിറ്റൻഷൻ റേഷ്യോയ്ക്ക് വല്ല പ്രാധാന്യം ഉണ്ടോ? ഒരു പ്രാധാന്യവും ഇല്ല. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചുമ്മാ തന്നേക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലെ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? നമുക്ക് എത്ര കിട്ടി? 3 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh. നമുക്ക് എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി അല്ലെ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ദ റിട്ടൻഷൻ റേഷ്യോ ഇൻ ദ കേസ് ഈസ് നോട്ട് ഡയറക്ട്ലി റെലവൻറ്റ്. അതായത് ഈ ഒരു കേസിൽ ഡയറക്ട്ലി റെലവൻറ്റ് അല്ലാത്ത ഒന്നാണ് എന്ന് പറയുന്ന റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ ആണോ? ഇതൊക്കെ ഒരുപാട് PSCക്ക് അകത്ത്, അതായത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾക്കകത്ത് ചോദിച്ച് വന്ന ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേ ക്വസ്റ്റ്യനുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുന്നത്. ഈ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 lakh. റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട് 40%. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട് 1 lakh. വാട്ട് ഈസ് DPS എന്നാണ് ചോദിച്ചേക്കുന്നത്? ഡിവിഡൻഡ് പെർ ഷെയർ കാണുമ്പോൾ എന്ത് നമുക്ക് ആവശ്യമാണ്? റിട്ടൻഷൻ റേഷ്യോ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. മൊത്തം 100 ആണ് ഉണ്ടായിരുന്നത്, 100% അതിൽ 40% റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള 60% ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൊത്തം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh ആണ്. അപ്പൊ 3 lakhന്റെ എത്രയായിരിക്കും? 60% അല്ലെ. 3 lakhന്റെ 60%, അതായത് 1,80,000 ആയിരിക്കും. 1,80,000 ആയിരിക്കും ഇവർ എന്ത് ചെയ്തേക്കുന്നത്? ഡിവിഡൻഡ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ് അല്ലെ. ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ എന്ത് വരണം? നമ്മളുടെ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ടോട്ടൽ ഡിവിഡൻഡ് ഇപ്പോൾ എത്രയെന്ന് കിട്ടി? 1,80,000 എന്ന് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഡിവിഡൻഡ് കിട്ടി. ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh എന്ന് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടി? 1.8 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയോ മക്കളെ? നോക്കിക്കേ,
നോക്കിയേ ആൻസർ നോക്കിയേ, ഇത് കണ്ടോ എത്രയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 3 lakh, റിട്ടൻഷൻ റേഷ്യോ 40% ആണ്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh ആണ്. നമുക്കറിയാം ഡിവിഡൻഡ് 1 മൈനസ് റിട്ടൻഷൻ റേഷ്യോ ചെയ്തപ്പോൾ 60% ആണ് റിട്ടൻഷൻ റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിവിഡൻഡ് കണ്ടുപിടിക്കത്തില്ലേ, അതിൽ നിന്ന് ഡിവിഡൻഡ് കണ്ടുപിടിച്ചു. 3 lakhന്റെ 60% 1,80,000 എന്ന് കിട്ടി. ടോട്ടൽ ഡിവിഡൻഡ് 1 lakh ആയി കഴിഞ്ഞാൽ നമുക്ക് DPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? DPS കണ്ടുപിടിക്കാനായിട്ട് DPS ഈസ് ഈക്വൽ ടു എത്രയാണ്? 1,80,000 ഡിവൈഡഡ് ബൈ അല്ലേ 1 lakh ഡിവൈഡഡ് ബൈ 1 lakh ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 1.80 എന്നുള്ള ആൻസറിലേക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോസ് അറ്റ് ആൻ ആനുവൽ റേറ്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് ആനുവൽ റേറ്റ് 8% ആണ്. അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ഇയേഴ്സ് വിൽ ടേക്ക് ഇൻ ടു ഡബിൾ ദ ഇൻവെസ്റ്റ്മെന്റ് യൂസിങ് ദ റൂൾ 72. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരാൾ ഒരു എത്രയോ എമൗണ്ട് ആയിക്കോട്ടെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു, അയാൾക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ആനുവലി അയാൾക്ക് 8% എന്ത് കിട്ടുന്നുണ്ട്? റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകാനായിട്ട്, ഇരട്ടിയാകാനായിട്ട് എത്ര നാളെടുക്കും? യൂസിങ് റൂൾ 72 ടൈം വാല്യൂ ഓഫ് മണിക്കകത്ത ക്വസ്റ്റ്യൻ ആണ്. റൂൾ 72 അനുസരിച്ച് ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 8% ആണ് അയാൾക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അയാളുടെ ആ എമൗണ്ട് എത്ര കാലം കൊണ്ട് ഡബിൾ ആകുമെന്നാണ് ഇത്. ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് റൂൾ 72 എന്ന് പറയുന്നത്. ഇക്വേഷൻ ഒന്നുമില്ല, 72 ഡിവൈഡഡ് ബൈ റേറ്റ് ചെയ്താൽ മതി. 72 ഡിവൈഡഡ് ബൈ റേറ്റ്, ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 9 years എന്ന് ആൻസർ കിട്ടി. അപ്പം നിങ്ങൾ ഈ റൂൾസ് അറിയത്തില്ലെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചോണം. റൂൾ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ 72 ഈസ് ദ സിമ്പിൾ വേ ടു estimate the number of years required to double the investment. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകാനായിട്ട് എടുക്കുന്ന പീരീഡിനെയാണ് ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് റൂൾ 72 എന്ന് പറയുന്നത്. അപ്പോൾ ഇയേഴ്സ് ഓഫ് ഡബിൾ, അതായത് എന്താണ് ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് 72 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ്, 72 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡബിളിംഗ് പീരീഡ് കിട്ടും. ഡബിളിംഗ് പീരീഡ് കിട്ടും. ഓക്കെ ആണല്ലോ, എഴുതി വെച്ചോണം കേട്ടോ. ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 72 ഡിവൈഡ് ബൈ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ എത്രയെന്ന് കിട്ടി? 9 years കിട്ടി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. if you want your investment to double, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 5 വർഷം കൊണ്ട് എന്തായി? ഡബിൾ ആയിട്ട് മാറി. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 5 വർഷം കൊണ്ട് ഡബിൾ ആയിട്ട് മാറി. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ആനുവൽ റേറ്റ്? ആനുവൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്ക് ഡബിളിംഗ് പീരീഡ് തന്നിട്ടുണ്ട് 5 ആണ്. റൂൾ 72 അനുസരിച്ച് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. എത്ര വരും? 72 ഡിവൈഡ് ബൈ 5 ചെയ്താൽ പോരെ. 72 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഏകദേശം എന്താണ്? 14.4 ആണ്. സോ നമ്മൾ എത്രയിലേക്ക് എടുക്കുകയാണ്? 15 എന്നുള്ളതായിരുന്നു PSCയുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാൻ മറ്റൊരു റൂളും കൂടിയുണ്ട്, റൂൾ 69 ഉപയോഗിച്ചും എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാം, ഒന്ന് ഓർത്ത് വെച്ചോണം. ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ്, 69 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നാണ് 0.35. അതാണ് 0.35 കൂടി എന്ത് ചെയ്തോണം? ആഡ് ചെയ്തോണം. ഏത് റൂൾ അനുസരിച്ചാണെങ്കിൽ? റൂൾ 69 അനുസരിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാൻ 2 റൂളുകളാണുള്ളത്, റൂള് 72 റൂള് 69. മക്കളെ കാര്യം മനസ്സിലായോ? നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു നമ്മളുടെ ഈ റിവിഷൻ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായി, അതായത് നമ്മളുടെ 10 മൊഡ്യൂളുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള MCQസുകൾ വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൂടുതലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കുറച്ചധികം ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ട്
ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേർന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള MCQസുകളൊന്നും വർക്കൗട്ട് ചെയ്യാനായിട്ട് കിട്ടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ എക്സാമുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ദിവസങ്ങളിൽ മാക്സിമം MCQസുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു MCQ സീരീസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് MCQs ബോക്സിന് വേണ്ടി, നമ്മളുടെ ഈ ഒരു റിവിഷൻ ബോക്സിന് വേണ്ടി നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നിങ്ങൾ എന്താണ് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. ഇനിയുള്ള ടൈം വേസ്റ്റ് ആക്കി കളയരുത്. മാക്സിമം MCQs ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇറ്റ്സ് മീ വിഷ്ണു അശോക്.